തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെയും ഫിഷ് ഓയിലിന്റെയും സാന്നിധ്യമെന്ന് കണ്ടെത്തൽ. വിവാദത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ശരിവെച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കീഴിലുള്ള ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന നടപടിയാണ് YSR സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് BJP പ്രതികരിച്ചു. बालाजी दर्शन के बाद पिलग्रिम्स वो लड्डू लेते प्रसाद, बालाजी का प्रसाद. वो लड्डू में जगनमोहन रेड्डी का टाइम में 2019 से 2024 तक वो लड्डू का बनाने के लिए 2 काऊ घी हम यूज करते TTD. उसमें डेली 14 tons of काऊ घी we are using for making laddu prasadam, but unfortunately that was adulterated. We got a report that vegetable oil and animal fat oil was mixed in that. It's a very bad thing happened for Tirumala history. We are very sadly condemning the issue that Jagannath Reddy government wantedly damaging the sentiment of Hindu pilgrims. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഈ തിരുപ്പതിയിൽ ഇത്തരത്തിലൊരു ക്രമക്കേടുണ്ട്, ഇങ്ങനെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചന്ദ്രബാബു നായിഡു BJP ആ സമയത്ത് ആരോപിച്ചതാണ്. അതിനുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ അതിന്റെ ഫലം പുറത്തു വരുമ്പോൾ പൂർണ്ണമായും ഈ YSRനെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടാണോ? അത് വലിയൊരു വൈകാരികമായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം തിരുപ്പതിയിലെ ഈ ലഡു പ്രസാദമായി ലഭിക്കുന്ന ഈ ലഡുവിലാണ് ഇപ്പോൾ മൃഗക്കൊഴുപ്പിൻ്റെയും അല്ലെങ്കിൽ ഫിഷ് ഓയിലിൻ്റെയും സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ YSR-CPI അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് ഇത്തരത്തിലുള്ള ഓയിലും മൃഗക്കൊഴുപ്പുമാണ് ഈ ലഡുവിൽ ഉപയോഗിക്കുന്നതെന്നായിരുന്നു ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നത്. ആ ആരോപണം ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള ലാബിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് നേരത്തെ ആരോപണം ഉയർന്ന അവസരത്തിൽ തന്നെ അങ്ങനെ ഒന്നുമില്ല, ഇത് വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് YSR-CP പ്രതികരണവുമായി നേരത്തെ തന്നെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം രഞ്ജിത്ത്. ശരി, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.